വർഷം 1975. പഴയ ബോംബെ എയർപോർട്ടിലെ ഒരു വൈകുന്നേരം. അവിടെ ഒരു ചെറുപ്പക്കാരൻ നിൽപ്പുണ്ട്. കയ്യിലാകെ ഒരു ചെറിയ VIP പെട്ടി മാത്രം. അതിനുള്ളിൽ കുറച്ച് വസ്ത്രങ്ങളും അതിനേക്കാളേറെ വലിയൊരു കൂട്ടം സ്വപ്നങ്ങളും. ചുറ്റും കേൾക്കുന്ന ഭാഷ അറിയില്ല, പോകാൻ പോകുന്ന മരുഭൂമിയിലെ ചൂടറിയില്ല, അവിടെ ചെന്നിറങ്ങിയാൽ കൈപിടിക്കാൻ ആരാണുള്ളതെന്ന് പോലും അറിയില്ല. നാട്ടിലേക്ക് ഒരു കത്തെഴുതിയാൽ മറുപടി വരാൻ ആഴ്ചകൾ വേണം. പക്ഷേ ആ കണ്ണുകളിൽ ഒരു വാശിയുണ്ടായിരുന്നു. തിരിച്ചു പോരില്ല, എന്തെങ്കിലും സമ്പാദിച്ചിട്ടേ മടങ്ങൂ എന്നൊരു വാശി. കേരളത്തെ അടിമുടി മാറ്റിമറിച്ച ഗൾഫ് പ്രവാസം എന്ന കൊടുങ്കാറ്റിന്റെ ആദ്യത്തെ ചുവടുവെപ്പായിരുന്നു അത്. നമുക്കൊന്ന് പുറകോട്ടും പോയി നോക്കാം. 70കളുടെ തുടക്കത്തിൽ കേരളം വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു. പഠിച്ച് വലിയ ബിരുദങ്ങൾ വാങ്ങിയ ചെറുപ്പക്കാർ നാട്ടിൽ ഉണ്ട്, പക്ഷേ ജോലിയില്ല. വിദ്യാഭ്യാസവും ആരോഗ്യമൊക്കെ അത്യാവശ്യമുള്ളവരാണ്, പക്ഷേ കയ്യിൽ പണമില്ലാത്ത അവസ്ഥ. ചരിത്രകാരന്മാർ ഇതിനെ കേരള പാരഡോക്സ് എന്ന് വിളിച്ചു. ആ ദാരിദ്ര്യത്തിൽ നിന്നും പട്ടിണിയിൽ നിന്നും രക്ഷപ്പെടാൻ നമ്മുടെ ആളുകൾക്ക് മദ്രാസിലേക്കും ബോംബെയിലേക്കുമൊക്കെ വണ്ടി കയറേണ്ടി വന്നു. എന്തിന്, സിലോണിലേക്കും ബർമയിലുമൊക്കെ അവർ കൂട്ടം കൂട്ടമായി പോകാൻ തുടങ്ങി. അപ്പോഴാണ് ദൂരെ മരുഭൂമിയിൽ എണ്ണയുടെ ഉറവകൾ പൊട്ടിയത്. ഓയിൽ പ്രൈസ് ബൂം എന്ന് ചരിത്രം രേഖപ്പെടുത്തിയ ആ എണ്ണ വിലക്കയറ്റം ഗൾഫ് രാജ്യങ്ങളിലേക്ക് കോടിക്കണക്കിന് ഡോളറുകൾ ഒഴുക്കി. മരുഭൂമിയിൽ നഗരങ്ങൾ പണിയാൻ, കൂറ്റൻ കെട്ടിടങ്ങളും വിമാനത്താവളങ്ങളും ഉയർത്താൻ അവർക്ക് മനുഷ്യരെ ആവശ്യമായി വന്നു. കേരളത്തിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് മുമ്പിൽ ആകാശത്തൊരു വലിയ വാതിൽ തുറക്കുകയായിരുന്നു. സ്വന്തം കിടപ്പാടവും പറമ്പും പണയം വെച്ച് അറബി അറിയാതെ അവർ ആ മണലാരുണ്യത്തിലേക്ക് പറന്നുയർന്നു. പിന്നീട് നമ്മൾ കണ്ടത് ഒരു മാന്ത്രിക മാറ്റമാണ്. ആ മനുഷ്യർ മരുഭൂമിയിലെ കഠിന ചൂടിൽ വിയർപ്പൊഴുക്കിയപ്പോൾ കേരളത്തിലെ ഗ്രാമങ്ങളിൽ കോൺക്രീറ്റ് വീടുകൾ ഉയർന്നു. ഗൾഫുകാരൻ എന്നത് വിവാഹ വിപണിയിലെ ഏറ്റവും ഡിമാൻഡുള്ള പേരായി മാറി. ഭക്ഷണ രീതിയിൽ ഷവർമയും കുഴിമന്തിയും അൽഫാമും, വസ്ത്രധാരണത്തിൽ പർദ്ദയും ഒക്കെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി. പക്ഷേ ഈ തിളക്കങ്ങൾക്കിടയിൽ നമ്മൾ കാണാതെ പോയ ചില കൈപ്പേറിയ സത്യങ്ങളുണ്ട്. കേരളം മുഴുവൻ ഗൾഫ് പണത്തിൽ അങ്ങ് സമ്പന്നമായി എന്ന് നമ്മൾ കരുതുമ്പോഴും വെറും 16 മുതൽ 18% വരുന്ന കുടുംബങ്ങളിൽ മാത്രമാണ് നേരിട്ട് ഗൾഫ് വരുമാനം ഉണ്ടായിരുന്നത്. ബാക്കി 80% ആളുകളും അതിന് പുറത്തായിരുന്നു. മണി ഫ്ലോ ഇവർക്കെല്ലാം പ്രയോജനപ്പെട്ടു, അത് യാഥാർത്ഥ്യമാണ്. എങ്കിലും അതിൻ്റെ കണക്കുകൾ ഇതാണ്. ഉണ്ടായ പണമാകട്ടെ ഭാവിയിലേക്ക് കരുതി വെക്കുന്നതിന് പകരം വീട് പണിയാനും സ്വർണം വാങ്ങാനും കല്യാണം ആർഭാടമാക്കാനും മാത്രമാണ് അധികവും ഉപയോഗിച്ചത്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇതൊരു വാടക ഭൂമിയിൽ സ്വന്തമായി കൊട്ടാരം പണിയുന്നത് പോലെയായിരുന്നു. കൊട്ടാരം കാണാൻ നല്ല ഭംഗിയുണ്ടാവും, നാട്ടുകാർക്ക് വലിയ മതിപ്പായിരിക്കും, പക്ഷേ അതിൻ്റെ അടിത്തറ നമ്മുടെ സ്വന്തമല്ലായിരുന്നു. എപ്പോൾ വേണമെങ്കിലും ആ ജോലി നഷ്ടപ്പെടാം, ആ കൊട്ടാരം ഇല്ലാതാവാം. കാലം ആ കൊട്ടാരങ്ങളുടെ അടിത്തറ ഇളക്കാൻ തുടങ്ങി. 2014 ശേഷം ഗൾഫിൽ തദ്ദേശീയവൽക്കരണം ശക്തമായി, നാഷണലൈസേഷൻ. അതിനിടയിലേക്കാണ് ആരും പ്രതീക്ഷിക്കാതെ കോവിഡ് മഹാമാരി വന്നത്. വന്ദേ ഭാരത് വിമാനത്തിൽ ലക്ഷക്കണക്കിന് പ്രവാസികൾ വെറും കൈയോടെ നാട്ടിലേക്ക് മടങ്ങിയെത്തി. ചോരയും നീരും നൽകി പണിതിട്ടും അർഹതപ്പെട്ട ശമ്പളമോ ആനുകൂല്യങ്ങളോ പോലും പലർക്കും ലഭിച്ചില്ല. ഇതിനെയാണ് വെയ്റ്റ് തെഫ്റ്റ്, ശമ്പളം മോഷ്ടിക്കൽ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഒരു വലിയ വൈരുദ്ധ്യമുണ്ട്. നമ്മുടെ ആളുകൾ കുടുംബം പുലർത്താൻ ഗൾഫിൽ പോയി കഷ്ടപ്പെടുമ്പോൾ ഇന്ന് കേരളത്തിലെ നിർമ്മാണ കാർഷിക മേഖലകൾ പൂർണ്ണമായും അന്യസംസ്ഥാന തൊഴിലാളികളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. നാം ഗൾഫിനെ ആശ്രയിക്കുന്നു, കേരളം മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നു. 50 വർഷത്തെ ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട്. മാറ്റങ്ങൾ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. നിങ്ങൾ ഇന്ന് ലോകത്തിന്റെ ഏതു കോണിൽ ഏതു വലിയ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും നിങ്ങളുടെ സാമ്പത്തിക അടിത്തറ എത്രത്തോളം സുരക്ഷിതമാണെന്ന് ചിന്തിക്കാൻ ഈ ഗൾഫ് ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ പലരും ആ കൊട്ടാരം പണിത തിരക്കിൽ അതിൻ്റെ അടിസ്ഥാനം ഉറപ്പിക്കാൻ മറന്നുപോകുന്നു. ആ അടിത്തറ ഉറപ്പിക്കുക എന്നത് ഏത് കാലത്തെയും ഏത് പ്രൊഫഷനിലും അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കണം. ഗൾഫിലേക്ക് പോയ നമ്മുടെ ആദ്യ തലമുറയ്ക്ക് ഇപ്പോൾ പ്രായമാവുന്നു. മറുഭാഗത്ത് ഗൾഫ് രാജ്യങ്ങൾ നയങ്ങൾ കർക്കശമാക്കുന്നു. വരും കാലങ്ങളിൽ ഈ ഗൾഫ് സ്വപ്നം സാവധാനം മങ്ങുകയാണെങ്കിൽ നമ്മുടെ അടുത്ത തലമുറ ലക്ഷ്യസ്ഥാനം എവിടെയായിരിക്കും കണ്ടെത്തേണ്ടത്? കാനഡയോ യൂറോപ്പോ? അവിടുത്തേക്ക് കഥകൾ ഉള്ളിലേക്ക് പോയാൽ നമുക്ക് വലിയ ഭയം തോന്നുന്നത്ര ഭീകരമാണ്. കേരളത്തിന്റെ അടുത്ത വലിയ സാമ്പത്തിക സ്രോതസ് എവിടെ നിന്നായിരിക്കും വരിക? ഒന്ന് ചിന്തിക്കുക. ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയാണ്.
ഈ ചോദ്യത്തിന് ഒരു ഡെഫിനറ്റ് ഉത്തരമൊന്നും ആർക്കും തരാൻ ഇപ്പോൾ കാണൂല. ചിലപ്പോൾ കാനഡയോ യൂറോപ്പോ ഒക്കെ തന്നെ ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴികൾ തുറക്കാം. ഇല്ലെങ്കിൽ കേരളത്തിൽ തന്നെയുള്ള വലിയ സാധ്യതകൾ നമ്മുടെ മുമ്പിൽ തുറന്നു കിട്ടിയേക്കാം. എന്താണെന്ന് മുൻകൂട്ടി പറയാൻ ആർക്കും സാധിക്കാത്ത ഒരു പ്രത്യേക അന്തരീക്ഷത്തിലാണ് നമ്മളുള്ളത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ആ വാതിൽ ഏതായാലും അതിലൂടെ കടന്നു പോകുന്നവരിൽ വീണ്ടും രണ്ട് തരം ആളുകളുണ്ടാവും. ഒരു കൂട്ടർ വാടക ഭൂമിയിൽ വീണ്ടും കൊട്ടാരം പണിയും. മറ്റൊരു കൂട്ടർ ഇത്തവണ സ്വന്തമായ അടിത്തറ ആദ്യം ഉറപ്പിച്ചിട്ടേ പണി തുടങ്ങും. ആ രണ്ടാമത്തെ കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടണോ എന്നതാണ് യഥാർത്ഥ ചോദ്യം. ഞാൻ സലീം, 21 വർഷം ഗൾഫിൽ ജോലി ചെയ്ത ആളാണ്. ഈ വാടക ഭൂമിയിലെ കൊട്ടാരം എന്താണെന്ന് എനിക്ക് നേരിട്ട് അനുഭവമുണ്ട്. ജോലി പെട്ടെന്ന് നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ പഠിച്ച പാഠമാണത്. ഇനി നടക്കുന്ന ലൈവ് വെബിനാറിൽ എൻ്റെ അടിത്തറ എത്ര ഉറപ്പിച്ചതാണെന്ന ചോദ്യത്തിന് ഒരു സ്ട്രക്ചർ ഉത്തരം നമ്മൾ ഒരുമിച്ച് കണ്ടെത്തും. ഒരു ഫ്രീ ലൈവ് വെബിനാറാണ്. ജോലി ഉപേക്ഷിക്കാതെ ഗൾഫിലിരുന്നു കൊണ്ട് തന്നെ സ്വന്തമായ ഒരു അടിത്തറ ഇപ്പോൾ തന്നെ എങ്ങനെ ഉറപ്പിക്കാമെന്ന് നമുക്ക് കണ്ടെത്താം. താഴെ കാണുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യൂ. ഏറ്റവും അടുത്ത വെബിനാറിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കും. 100 വർഷത്തെ ഈ കഥയിലെ അടുത്ത അധ്യായം നിങ്ങൾക്ക് തന്നെ എഴുതാം. വന്നാൽ നിരാശനാവില്ല ഇൻഷാ അല്ലാഹ്.